ഓം ഗുരുഭ്യോ നമഃ. ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഏവർക്കും അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. 2019 മേടരവി വിഷു സംക്രമം സർവചരാചരങ്ങളിലും സർവജീവജാലങ്ങളിലും പ്രകടമായ മാറ്റം സംഭവിക്കുന്നൊരു കാലഘട്ടമാണ്. 2019 മേടരവി വിഷു സംക്രമം അശ്വതി മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉദ്യോഗപരമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഉള്ള മേഖലകളിൽ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് നിൽക്കുന്ന തൊഴിലുമായിട്ട് നിൽക്കുന്നവരിൽ, അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നോക്കാം. 2019 മേടരവി വിഷു സംക്രമം പൂയ നക്ഷത്രക്കാർ അവർക്കെങ്ങനെയാണ് മേടവിഷുഫലം നോക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടരവി സംക്രമം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും നൽകുക. ചാരവശാൽ 6ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത് സംബന്ധിച്ചും ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഉദ്യോഗപരമായിട്ടും തൊഴിൽപരമായിട്ടും പുതിയ പുതിയ ബിസിനസ്സുകൾ ഏർപ്പെട്ട് ധനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും കുറച്ചൊക്കെ ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ കൊണ്ടുപോകാൻ കഴിയും. ധനപരമായിട്ട് വലിയ രീതിയിലുള്ള ബിസിനസ് മുതൽ മുടക്കുകളൊന്നും ചെയ്യാതെ നിൽക്കുന്ന ബിസിനസ്സിനെ അതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഉദ്യോഗ സംബന്ധമായിട്ട് പ്രമോഷനുകളോ മറ്റേതെങ്കിലും കാര്യങ്ങളോ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളോ ഒക്കെ ഇടപെടുന്നൊരു കാലഘട്ടമാണെങ്കിൽ, അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു തീർപ്പ് കൽപ്പിക്കുന്നൊരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനൊക്കെ ചെറിയ രീതിയിലൊരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു മാറ്റങ്ങളോ ഒക്കെ സംഭവിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. പൂയ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കുറച്ച് മന്ദതയോ, വിദ്യാഭ്യസിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂകളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ചെറിയ തടസ്സങ്ങളോ ഒക്കെ അനുഭവപ്പെടാൻ സാഹചര്യമുണ്ട്. വിവാഹത്തിന് ആലോചിക്കുന്ന യുവതീ യുവാക്കൾക്ക് ഈ വർഷം അനുകൂലമായിട്ടുള്ളൊരു സമയമല്ല. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ചാരവശാലുള്ളൊരവസ്ഥ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. ആശുപത്രിവാസമോ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അപകടങ്ങളോ ചെറിയ ചെറിയ അപകടങ്ങളോ ഒക്കെ സംഭവിക്കാനുള്ളൊരു കാലഘട്ടം ആണ്. അത് സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരേണ്ട കാര്യമില്ല. കാരണം ശനിയുടെ 6ാം ഭാവത്തിലുള്ള സഞ്ചാരം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ തന്നെ അനുകൂലമാക്കുന്നതായിരിക്കും. പൂയ നക്ഷത്രക്കാർ പ്രാർത്ഥനയോടുകൂടിയും ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ വഴിപാടുകൾ, ഭാഗ്യസൂക്താർച്ചന എന്നിവ നടത്തിയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന, ശിവപ്രീതികരങ്ങളായ പരിഹാരാദികൾ നടത്തിയും കുടുംബപര ദേവതാ ക്ഷേത്ര ദർശനം നടത്തിയും അനുകൂല ഫലം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.